ഹലോ ഗൈസ്, നമ്മൾ ഇന്നോട്ട് കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് വാട്ട്സ് റോങ് വിത്ത് സെക്രട്ടറി കിം. ഈ ഡ്രാമയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടാണ്. ഒരു മസ്റ്റ് വാച്ചായ റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലം കാണിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ഹാൻസം ആയിട്ടുള്ള നടൻ ലീ അവിടെ വരുന്നത്. അങ്ങനെ നമ്മുടെ ലീയും മാസ് ലുക്കായിട്ട് ആ പാർട്ടിക്ക് ഇങ്ങനെ എൻട്രി കൊടുക്കും. അപ്പോഴാണ് അവനെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്നവരൊക്കെ പറയുന്നത് ഇതാണ് മിസ്റ്റർ ലീ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ യങ് ഗ്രൂപ്പ്സ് ഓഫ് കമ്പനിയുടെ വൈസ് ചെയർമാനായി. പോരാത്തിന് ലീയെ കാണാൻ ഹാൻസവ, പിന്നെ ബുദ്ധിശാലിയും കൂടെ. എന്നിന് അവർ പറയുന്നതായിട്ട് അടുത്തുള്ള ഒരു ലേഡിയും ഞാനും മിസ്റ്റർ ലീയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം പെണ്ണുങ്ങളായിട്ട് കുറെ സംസാരിക്കത്തില്ല ഞാൻ അറിഞ്ഞ. എന്നിന് അവർ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അടുത്തുള്ള പെണ്ണും നിങ്ങൾ പറയുന്ന കറക്റ്റാ, കാരണം ഞാനിപ്പോ ലീയെ ഡേറ്റ് ചെയ്യുന്നത്, അവൻ എന്നോട് തന്നെ അധികം സംസാരിക്കാറില്ല. എന്നിന് അവൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മിസ്റ്റർ ലീ ഇങ്ങനെ അകത്തേറി വരുന്നത്. അപ്പോഴാണ് ലീയെ ഡേറ്റ് ചെയ്യുന്ന പെണ്ണും എടുത്ത് വന്നിട്ട് നീ എന്തോ ആലോചിച്ചോണ്ടിരിക്കുന്നത്, നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ലീ മൈൻഡ് ചെയ്യാതെ അവനോട് തന്നെ ചോദിച്ചോണ്ടിരിക്കും ഈ പെണ്ണിന് എന്തോ പറ്റി, വാട്ട്സ് റോങ് വിത്ത് സെക്രട്ടറി കിം എന്നതിന് നമ്മുടെ നടിയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. നമ്മുടെ നടിയുടെ പേരാണ് കിം. ലീയുടെ പേഴ്സണൽ സെക്രട്ടറി ആണ് നമ്മുടെ കിം. അങ്ങനെ അതുകൊണ്ട് എന്ന് രാവിലെ പോയി നമ്മുടെ ലീക്ക് ആവശ്യമുള്ള സാധനങ്ങളെ റെഡിയാക്കി വെക്കും. അപ്പോഴാണ് അവനും പറയുന്നത് സെക്രട്ടറി കിം ഇന്ന് നല്ല വെളിച്ചമുണ്ടല്ലോ എന്നിന് അവനെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇത് മനസ്സിലാക്കാതെ കിമ്മും ഇന്ന് നല്ല പുറത്ത് വെയിലാന്ന് തോന്നുന്നു എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് ലീയും സെക്രട്ടറി കിം ഞാൻ വെയിലിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ആ വെളിച്ചം എന്റെ അടുത്ത് നിന്ന് വരുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എന്നിന് ലീ ഷോ കാണിച്ചോണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ കിമ്മും നിങ്ങളെ കാണാൻ ഹാൻഡ്സോ എന്നിന് അവൾ എന്തായാലൊക്കെ പറഞ്ഞ് രക്ഷപ്പെടും. അതിനുശേഷം ലീ മാസമായിട്ട് അവന്റെ കമ്പനി ചെല്ലുമ്പോഴാണ് ഇത് കണ്ടിട്ട് വേറെ ഒരാൾ വന്ന് മിസ്റ്റർ ലീ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിന് നമ്മുടെ ലീയുടെ ഫ്രണ്ട് അപേക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇത് കണ്ട് ലീ അകത്ത് നിന്ന് ദേഷ്യത്തിൽ 2-3 വാക്കൊക്കെ ഇടും. നിങ്ങൾ ഇവിടുത്തെ സീനിയർ ഓഫീസർ എന്നിട്ട് നിങ്ങൾ തന്നെ ജോലി സമയത്ത് പുറത്തുപോയി ചുറ്റി കറങ്ങുക എന്നിന് അവന് മാസമായിട്ട് 2-3 ഡയലോഗ് പറഞ്ഞിട്ട് സ്മോക്ക് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മുടെ കിം അവിടെ വന്നിട്ട് മിസ്റ്റർ ലീ ഓഫീസിൽ സ്മോക്ക് ചെയ്തോടാം എന്നിന് ഇവർ രണ്ടുപേരും അന്ന് രാത്രി വേറൊരു പാർട്ടിക്ക് പോകും. അങ്ങനെ അവിടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള കുറെ ബിസിനസ്സുകാരൊക്കെ അവിടെ കാണും. അതേസമയം ആ പാർട്ടി വെച്ച് 3 പെണ്ണുങ്ങളും നമ്മുടെ ലീയെ കാണാൻ ഹാൻഡ്സ് ആയതുകൊണ്ട് അവർ 3 പേര് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ലീയും ഇവരെ നോക്കി ഇങ്ങനെ നടന്നു വരുന്നത്. അങ്ങനെ ഇത് കണ്ടിട്ട് ആ 3 ഗേൾസ് ഇങ്ങനെ സന്തോഷപ്പെടുമ്പോഴാണ് നമ്മുടെ ലീ അവരെ മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ നിന്ന് കണ്ണാടി അവന്റെ ഫേസ് നോക്കി ഇന്ന് എന്റെ ഫേസ് കാണാൻ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുണ്ടല്ലോ, എന്നെ കാണാൻ അത്രയ്ക്ക് ലുക്കാണ് എന്നിന് അവനെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കിം അവനായിട്ട് സംസാരിക്കാൻ വേണ്ടി വരും. അപ്പൊ അതിനുമേ നമ്മുടെ ലീ അവളെ തടഞ്ഞിട്ട് നീ ഒരു സെക്കൻഡ് എന്റെ ഫേസ് ഒന്ന് നോക്ക്, എന്നെ കാണാൻ ലുക്കല്ല എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് കിമ്മും നിങ്ങൾ എപ്പോഴും ഹാൻഡ്സം അല്ലേ മിസ്റ്റർ ലീ എന്നിന് അവൾ എന്നത്തെ പോലെ ഇങ്ങനെ പൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ പാർട്ടി കഴിഞ്ഞിട്ട് ഇവരുടെ എന്തെങ്കിലും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മിസ്റ്റർ ലീ ഇനി പേഴ്സണലായിട്ട് കുറച്ച് റീസൺ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വേറൊരു സെക്രട്ടറി നോക്കിയോ, എനിക്ക് ഇനി തൊട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല എന്നിന് അവളും പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലീയും വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ കിം പറഞ്ഞാലോചിച്ച് അവൻ മൊത്തത്തിൽ ഡള്ളാകും. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലീയെ കാണാൻ വേണ്ടി കിം അവന്റെ റൂമിൽ പോകും. അപ്പോഴാണ് ലീയും ചോദിക്കുന്നത് കിം നീ ഇന്നലെ തമാശക്കല്ല എന്നോട് ജോലി നിന്ന് പുറത്തു പോകാന്ന് പറഞ്ഞ, എന്തുകൊണ്ട് നീ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത, ഒരു പക്ഷേ എപ്പോഴും ഞാൻ നിനക്ക് ജോലി വരുന്നോണ്ടാണ് അല്ലെങ്കിൽ നിനക്ക് വേറെ പ്രശ്നമുണ്ടോ എന്നിനെ ലീ ഓരോ ചോദിച്ചോണ്ടേയിരിക്കും. അപ്പൊ ഇത് കേട്ട അവളും മിസ്റ്റർ ലീ അതുകൊണ്ടൊന്നല്ല ഞാൻ പുറത്തു വന്നത്, നിങ്ങൾ ഇനി വേറെ ആരെങ്കിലൊക്കെ സെക്രട്ടറി ആയിട്ട് വിളിച്ചോ എന്നിന് അവളും പറഞ്ഞിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പോകും. അതേസമയം നമ്മുടെ ലീയും പാർക്കിനെ കാണാൻ വന്നിട്ട് എടാ ഇത്ര വർഷം അവൾ എന്റെ കൂടെ ജോലി ചെയ്തിട്ട് ഇപ്പൊ ഇതിനെ പെട്ടെന്ന് റിസൈൻ ആയി പോകുന്ന എന്നിന് അവൻ പറയുന്നത് കേട്ട് നമ്മുടെ പാർക്കും എടാ ലീ നീ എന്ത് വിചാരിച്ചേ, അവൾ 9 വർഷമായിട്ട് നിന്റെ കൂടെ ജോലി ചെയ്യുക, എല്ലാവരും എപ്പോഴും ഒരേ കണക്ക് ജീവിക്കോ, നിനക്ക് ഞാൻ എന്റെ വൈഫും കൂടെ എങ്ങനെ ജീവിച്ചെന്ന് അറിയാലോ എന്നിന് അവൻ പറയുമ്പോഴാണ് നമ്മുടെ ലീയും അതെനിക്കറിയാലോ, നിങ്ങളുടെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ആയിട്ട് 2 പേര് ഡിവോഴ്സ് അല്ലേ ചെയ്ത, ഇതൊക്കെ ഒരു വലിയ കാര്യം നീ എന്നോട് ഷോ കാണിച്ചോണ്ടിരിക്കുന്നത് എന്നിന് അവൻ പറയുന്നതായിട്ട് നമ്മുടെ പാർക്കും കലിപ്പിച്ചിട്ട് എടാ ലീ നിനക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, കല്യാണം കഴിച്ചിട്ട് ആദ്യം 3 വർഷം മാത്രമേ സന്തോഷമായിട്ട് ജീവിക്കത്തുള്ളൂ, ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് നീ ഒന്ന് നോക്ക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്ന കേക്ക്, ആ കിം നിന്റെ കൂടെ 9 വർഷം ഒരുമിച്ച് ജോലി ചെയ്ത് അവൾ നിന്റെ അടുത്ത് നിന്ന് എന്തോ സ്പെഷ്യൽ ആയിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്, നീ അത് അവളോട് തന്നെ പോയി ചോദിക്കി എന്നിനാ പാർക്ക് അവൻ അഡ്വൈസ് ചെയ്യും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ലീയും യെസ് ഐ ഗോട്ട് ഇറ്റ് എന്നിന് അവന് എല്ലാം മനസ്സിലായ പോലെ ഇങ്ങനെ ഓക്കെ പറയും. അങ്ങനെ അതിനുശേഷം നമ്മുടെ അച്ഛനും ലീ ഒറ്റയ്ക്ക് വിളിച്ചോണ്ട് സംസാരിക്കും. എടാ ലീ ഈ അച്ഛന് പ്രായമായടാ, മുമ്പത്തെ പോലെ എനിക്ക് എനർജി ഒന്നും ഇല്ല മോനെ, അതുകൊണ്ട് നിന്നെ കല്യാണം കഴിക്കുന്ന പ്ലാൻ ഒന്നുമില്ല എന്നിനെ ചുറ്റി കറങ്ങി അവസാനം അവന്റെ കല്യാണത്തിനെ കുറിച്ച് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് ലീയും അച്ഛാ ഞാൻ നിങ്ങളുടെ ഹെൽത്ത് റിപ്പോർട്ട് കണ്ടായിരുന്നല്ലേ, നിങ്ങളുടെ ഹെൽത്തിന് ഒരു പ്രശ്നമില്ല എന്നിന് അവൻ പറയുന്നതായിട്ട് നമ്മുടെ അച്ഛനും ഡോക്ടറൊക്കെ അങ്ങനെ പറയും, പക്ഷെ എന്റെ ഹെൽത്തിനെ കുറിച്ച് എനിക്കല്ലേ അറിയത്തുള്ളൂ, നീ അത് വിട്, കിം ജോലിയിൽ നിന്ന് പുറത്തു പോകാൻ പോകുന്ന ഞാൻ അറിഞ്ഞല്ല എന്നിന് അച്ഛൻ ചോദിക്കുമ്പോൾ നമ്മുടെ ലീയും അവൾ ജോലിയിൽ നിന്ന് പുറത്തു പോകുന്ന പറയുന്നത്, പക്ഷെ ഞാൻ എന്നെ സമ്മതിക്കത്തില്ല എന്നിന് ഇവരെന്റെ സംസാരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ ലീയുടെ അമ്മയും കിമ്മിനെ വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കും. മോളെ എന്റെ പയ്യന് നിന്നെ പോലത്തെ ഒരു പെണ്ണിനെ കെട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, കാരണം നിനക്ക് ലീയെ കുറിച്ച് ഇപ്പൊ എല്ലാം അറിയാം, അവൻ ഇഷ്ടപ്പെട്ട ഫുഡ്, അവൻ എങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത്, അതിനെ കുറിച്ചെല്ലാം മോൾക്കറിയാം എന്നിന് അവര് പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ കിമ്മിനെല്ലാം മനസ്സിലാൻ തുടങ്ങും ഇവരുടെ കല്യാണം കഴിപ്പിക്കുന്നതാണ് ഇവരുടെ പ്ലാൻ എന്ന്. അങ്ങനെ അതിനുശേഷം ലീയും കിമ്മിനെ വിളിച്ചോണ്ട് ഇങ്ങനെ പുറത്തു പോകും. അപ്പോഴാണ് അവനും ചോദിക്കുന്നത് കിം എന്റെ അമ്മ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന കണക്ക് ആവശ്യമില്ലാത്ത കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാണല്ലോ എന്നിന് അവൻ ചോദിക്കുമ്പോൾ അവളും ഇത്ര സമയം നിന്റെ അമ്മ നമ്മളെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നത് എന്നിന് അവള് പറയുന്ന കേട്ട് നമ്മുടെ ലീയും കുറെ സന്തോഷപ്പെട്ട് എന്നാ ശരി അവരങ്ങനെയൊക്കെ ചോദിച്ചപ്പം നീ എന്റെ അമ്മയോട് എന്തോ പറഞ്ഞു, നീ ഇതൊക്കെ കേട്ട് സന്തോഷപ്പെട്ടോ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും അങ്ങനെയൊന്നുമില്ല, ഞാൻ എപ്പോ ഈ ജോലിയിൽ നിന്ന് പുറത്തു പോകുമെന്ന് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുക, ഞാൻ എത്രയും പെട്ടെന്ന് ഈ ജോലിയിൽ നിന്ന് പുറത്തു പോയാല് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നമൊന്നും നിന്നെ ഫേസ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല എന്നിന് അവള് നമ്മുടെ ലീയോട് സംസാരിച്ചിട്ട് അവളുടെ സിസ്റ്റേഴ്സിനെ കാണാൻ വേണ്ടി റെസ്റ്റോറന്റിൽ പോകും. അപ്പോഴാണ് അവരും പറയുന്നത്
പറയുന്നത്, കിം നീ ഞങ്ങൾക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ട ജോലി ചെയ്യുന്ന എന്നിന് അവർ പറയും. അപ്പൊ ഇത് കേട്ടിട്ട് കിമ്മും, എനിക്ക് നിങ്ങൾ കാരണം ഒരു കഷ്ടമില്ല, പക്ഷെ നമ്മുടെ അച്ഛൻ വാങ്ങിച്ച ലോൺ അടയ്ക്കാൻ വേണ്ടിയാ ഞാൻ കുറെ കഷ്ടപ്പെട്ടെ. പക്ഷെ അതൊന്നും ഇപ്പം കുഴപ്പമില്ല, കാരണം എനിക്ക് അവസാനമായിട്ട് മിസ്റ്റർ ലീ ഒരു കാർ വാങ്ങിച്ചെന്ന്. ഞാൻ ആ കാർ വിറ്റിട്ട് ഇപ്പൊ അച്ഛന്റെ ലോൺ എല്ലാം ക്ലോസ് ചെയ്ത് എന്നിന് അവൾ പറയുന്നിട്ട് അവരും, കിം മിസ്റ്റർ ലീ നിനക്ക് മാത്രം അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്ന, നീ ഇട്ടേക്കുന്ന ഷൂ, നീ ഇട്ടേക്കുന്ന ഡ്രസ്, ഇതെല്ലാം മിസ്റ്റർ ലീ വാങ്ങിച്ചെന്നല്ല. ഒരു പക്ഷേ മിസ്റ്റർ ലീക്ക് നിന്നെ ഇഷ്ടമാണോ എന്നിന് അവരുണ്ടെയും ചോദിക്കും. അപ്പൊ ഇത് കേട്ടതോടെ നമ്മുടെ കിമ്മും പൊട്ടിച്ചിരിച്ചിട്ട്, എന്തുവാ മിസ്റ്റർ ലീ എന്നെ ഇഷ്ടപ്പെടാനാ? അയാൾക്ക് ഈ ലോകത്ത് അയാളെ മാത്രമേ ഇഷ്ടപ്പെടത്തുള്ളൂ, മറ്റുള്ളവരെ മൈൻഡ് പോലും ചെയ്യത്തില്ല. പോരാത്തെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും ബിസിനസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ. എന്തായാലും ഇനി തൊട്ട് ഞാൻ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യാൻ പോകുന്നില്ല, കാരണം അച്ഛന്റെ ലോണല്ലേ ഇപ്പൊ അടച്ചെടുത്ത്. ഇനി എനിക്ക് സന്തോഷത്തോടെ എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം ഞാൻ ആസ്വദിക്കാൻ പോവുക എന്നിന് അവളുടെ സിസ്റ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം നമ്മുടെ ലീയും പാർക്കിനെ കാണാൻ പോയിട്ട്, എടാ അവൾ ജോലിയിൽ നിന്ന് പോകുന്നത് ഉറച്ചു നിൽക്കും ഇപ്പം, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ എന്നിന് അവനും അപ്സെറ്റ് ആയിട്ട് പറയുന്നിട്ട് നമ്മുടെ പാർക്കും പൊട്ടിച്ചിരിക്കും. അപ്പൊ ഇത് കണ്ട് ലീയും, എടാ ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക, നീ എന്നെ കളിയാക്കുന്ന, ഇനി ചേച്ചാൽ നിന്റെ തലമുണ്ട് ഞാൻ അടിച്ചു പൊട്ടിക്കും എന്നിന് അവൻ പറയുന്നിട്ട് നമ്മുടെ പാർക്കും ചിരി എടുത്തിട്ട്, ലീ ഞാൻ വിചാരിക്കുന്നത് നീ അവളെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ വല്ലതും ചെയ്തു കാണുന്ന, നീ നല്ലോണം ആലോചിച്ച് വെക്കെ എന്നിന് അവനും പറയുന്നിട്ട് നമ്മുടെ ലീ ഇങ്ങനെ ആലോചിക്കും. ഇവരിന്നലെ പാർട്ടിക്ക് പോയ സമയത്ത് നമ്മുടെ ലീ ഡേറ്റ് ചെയ്യുന്ന പെണ്ണവിടെ നിന്ന് കാണും. ഇവളുടെ പേരാണ് ജിയ. അങ്ങനെ ഇവരുടെ നോക്കുന്നിട്ട് നമ്മുടെ ജിയയും, മിസ്റ്റർ ലീ ഇന്നെന്റെ ബർത്ത്ഡേയാ, എനിക്ക് നിങ്ങൾ ഫ്ലവേഴ്സ് തന്നാൽ ഞാൻ കുറെ സന്തോഷപ്പെടും എന്നിന് അവൾ പറയുന്നിട്ട് നമ്മുടെ കിം പെട്ടെന്ന് അടുത്തുള്ള കടയിൽ ചെന്ന് അവൾ ഫ്ലവേഴ്സ് വാങ്ങിച്ചോണ്ട് വരും. പക്ഷെ നമ്മുടെ കിമ്മിന് ഫ്ലവേഴ്സ് അലർജിയാണ്. അങ്ങനെ അവളും തുമ്മിക്കൊണ്ട് നമ്മുടെ ലീയുടെ അടുത്ത് പെട്ടെന്ന് ഫ്ലവേഴ്സ് ഉണ്ടായി കൊടുക്കും. അപ്പോഴാണ് നമ്മുടെ ലീയും കിം കരയുന്ന കാണുന്നത്. പക്ഷെ നമ്മുടെ ലീക്ക് അറിയത്തില്ല അവൾക്ക് അലർജി കാരണോ കണ്ണീന്ന് വെള്ളം വരുന്നതെന്ന്. എനിക്കിപ്പോ പിടികിട്ടി, ഞാൻ പാർട്ടിക്ക് വെച്ച് ഡേറ്റ് ചെയ്യുന്ന പെണ്ണിന് ഫ്ലവേഴ്സ് കൊടുക്കുമ്പോൾ അവൾ അതുകൊണ്ട് വിഷമിച്ച് കരഞ്ഞായിരുന്നു എന്നിന് അവൻ പറയുന്നതായിട്ട് നമ്മുടെ പാർക്കും, ലീ നീ പറഞ്ഞ സത്യമാണോ? അപ്പൊ നീ വേറൊരു പെണ്ണിന് ഫ്ലവേഴ്സ് കൊടുക്കുന്നിട്ട് അവള് വിഷമിച്ച് കരഞ്ഞല്ലേ? എന്നാ പിന്നെ ഇത് 100% ഷുവറാ, അവൾക്ക് നിന്നെ ഇഷ്ട, കിം നിന്നെ സ്നേഹിക്കുക ലീ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് നമ്മുടെ ലീക്ക് നാണം വന്നിട്ട്, ഈ കാര്യം ഞാൻ മനസ്സിലാക്കാതെ പോയല്ല, എന്തായാലും ഇത്രയും വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തില്ല, അതുകൊണ്ട് ഈ ഹാൻഡ്സമായി ഫേസ് കണ്ട് അവൾ വീണ് പോയതായിരിക്കും എന്നിന് അവനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്നിട്ട് നമ്മുടെ പാർക്കും, ലീ നീ എന്തായാലും അവളെ വിളിച്ച് ഈ കാര്യം ഉറപ്പിക്കും, എന്നാലേ സത്യത്തെ അവൾക്ക് നിന്നെ ഇഷ്ടമാണോ അല്ലേ എന്ന് അറിയത്തുള്ളൂ എന്നിന് അവൻ പറയുന്നിട്ട് നമ്മുടെ ലീയും അവളെ വിളിച്ചിട്ട് പറയും, കിം നീ ഇപ്പൊ എന്ത് ജോലി ചെയ്യുവാണെങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് നീ എന്നെ കാണാൻ വേണ്ടിയാ, വേണം ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ജിയെ പറഞ്ഞേക്കാം എന്നിന് അവൻ പറയും. കിം ഞാൻ ആ ജിയെ ഇപ്പൊ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാ എന്നിന് അവൻ സംസാരിക്കുമ്പോൾ നമ്മുടെ കിം അലർജി കാരണം തുമ്മി അവളുടെ കണ്ണി വീണ്ടും ഇങ്ങനെ വെള്ളം വന്ന് കാണും. അപ്പൊ ഇത് കണ്ട് ലീ വീണ്ടും തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട്, ഞാൻ അവളെ ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്, നീ സന്തോഷത്തിൽ കരയല്ലേ എന്നിന് അവനും ഓരോന്നും പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് കിമ്മും, മിസ്റ്റർ ലീ നിങ്ങൾ അവളെ ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ എന്നോട് തന്നെ പറയുന്നത്, ഞാൻ എന്തായാലും ഈ ജോലി എടുത്തിട്ട് പോകാൻ പോവാ, നിങ്ങൾ ഇനി വരാൻ വന്ന സെക്രട്ടറിയോട് ഇതൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ നമ്മുടെ ലീ എത്ര തടയാൻ നോക്കിയാലും നമ്മുടെ കിം അതൊന്നും കേൾക്കത്തേ ഇല്ല. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം നമ്മുടെ ലീയും കിമ്മിന്റെ സഹായം ഇല്ലാതെ അവനെ സ്വന്തമായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കമ്പനിയിലേക്ക് പോകും. അപ്പോഴാണ് ലീയും നമ്മുടെ കിമ്മിന്റെ സീറ്റ് നോക്കുമ്പോൾ അവളവിടെ കാണത്തില്ല. അങ്ങനെ ഇത് കണ്ട് അവൻ അപ്സെറ്റ് ആയി റൂമിൽ ചെല്ലുമ്പോഴാണ് അവിടെ നമ്മുടെ കിം എഴുതി വെച്ച റെസിഗ്നേഷൻ ലെറ്റർ അവിടെ കാണുന്നത്. അങ്ങനെ ഇത് കണ്ട് അവന് ഷോക്കാണ്. ആ സമയത്ത് നമ്മുടെ കിം സന്തോഷമായിട്ട് അവളിന് ബെഡ് പറയാൻ കിടക്കും. അങ്ങനെ അതേസമയം നമ്മുടെ കിമ്മിനെ കുറിച്ച് ആലോചിച്ച് നമ്മുടെ ലീ അപ്സെറ്റ് ആയിട്ട് ഒരു പാർട്ടിക്ക് പോകും. അതായത് നമ്മൾ ആദ്യം കണ്ട സീൻ. അപ്പോഴാണ് അവൻ അകത്തുനിന്ന് ഇരുന്നിട്ട് നമ്മുടെ കിം എന്തുകൊണ്ടാണ് ജോലി നിന്ന് പുറത്തു വന്നതെന്ന് അവൻ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, വാട്ട്സ് റോങ് വിത്ത് സെക്രട്ടറി കിം, അവൾ എന്തിനാ പെട്ടെന്ന് ജോലി നിന്ന് പുറത്തു വന്ന, ഞാൻ അവളായിട്ട് മോശമായിട്ടല്ല ബിഹേവ് ചെയ്തോ എന്നിന് അവൻ ആലോചിച്ചിട്ട് അടുത്തുള്ള ജിയോട് ചോദിക്കും, ജിയ നീ എന്നെ കുറിച്ച് എന്തോ വിചാരിക്കുന്നത് എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട അവളും, മിസ്റ്റർ ലീ നിങ്ങൾ കാണാൻ ഹാൻസം അല്ല, പോരാത്ത നിങ്ങൾ റിച്ചാ എന്നിന് അവനെ കുറിച്ച് പൊക്കി പറയും. അപ്പൊ ഇത് കേട്ട് അവൻ ചോദിച്ചിട്ട്, മതി ഇനി അതേ കണക്ക് കിമ്മിനെ കുറിച്ച് പറയാവോ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവൾ അപ്സെറ്റ് ആയിട്ട്, നിങ്ങൾ ഇതിനെ വേറൊരു പെണ്ണിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നത് എന്നിന് അവൾ ചോദിക്കുമ്പോൾ നമ്മുടെ ലീ മൈൻഡ് ചെയ്താൽ അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ കിമ്മും ബിസിനസിനെ ബേസ് ചെയ്ത എല്ലാ ഫയൽസും അവളിങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് പുറത്ത് ആരാണ്ട് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ കിമ്മും ഞാൻ നോക്കുമ്പോഴാണ് നമ്മുടെ ലീ അവിടെ വന്നേക്കുന്നത്. എന്നിട്ട് അവളും, മിസ്റ്റർ ലീ നിങ്ങൾ എന്ത് ഇവിടെ വാ, നമുക്ക് അകത്തിന് സംസാരിക്കാം എന്നിന് അവൾ വിളിക്കുമ്പോൾ നമ്മുടെ ലീ അകത്ത് കയറാതെ, ഇല്ല വേണ്ട നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാം, ഇതിനു മുമ്പ് ആരെയൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നിന് അവൻ ചോദിക്കുന്നിട്ട് അവളും ദേഷ്യപ്പെട്ട്, മിസ്റ്റർ ലീ എനിക്ക് ഡേറ്റ് ചെയ്യാൻ എവിടെ സമയം കിട്ടിയ, രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എനിക്ക് ജോലിയാ, പിന്നെ രാത്രി ഒന്ന് കിടക്കാൻ പോയാൽ അപ്പോഴും നിങ്ങൾ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ജോലി പറയും, ഞാൻ ആകെ ഉറങ്ങുന്ന 3 മണിക്കൂറാ, ഇതിലെവിടെ ഞാൻ പോയി ഡേറ്റ് ചെയ്യുന്ന എന്നിന് അവൾ ദേഷ്യത്തിൽ സംസാരിക്കും. അപ്പൊ ഇത് കേട്ട് ലീയും, അപ്പൊ നീ ഇത് കാരണമാണ് ജോലി നിന്ന് പുറത്തു വന്നത്, എന്നാ ശരി നീ ഇനി ജോലി നിന്ന് പുറത്തു പോകണ്ട, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്നിന് അവൻ പറഞ്ഞതോടെ നമ്മുടെ കിമ്മും പെട്ടെന്ന് ഷോക്കായിട്ട്, മിസ്റ്റർ ലീക്ക് ഇന്ന് എന്തോ പറ്റി എന്നിന് അവള് ലീഡർ എന്തെങ്കിലും സ്മെൽ ചെയ്തിട്ട്, മിസ്റ്റർ ലീ നിങ്ങൾ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നിന് അവൾ ചോദിക്കും. അങ്ങനെ ഈ സംഭവമൊക്കെ നമ്മുടെ ലീയും പാർക്കിനോട് ചെന്ന് പറയും. അപ്പൊ ഇത് കേട്ടതോടെ പാർക്ക് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. അപ്പോഴാണ് ലീയും, എടാ നീ ആദ്യം ആ ചിരിയൊന്ന് നിർത്ത്, ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ അവൾ നിന്നെ ഡ്രിങ്ക് ചെയ്താന്ന് ചോദിച്ചേ, ഒരു ദിവസം ഞാൻ അവനെ തെറ്റ് ചെയ്തോ എന്നിന് അവൻ ചോദിക്കുമ്പോൾ നമ്മുടെ പാർക്കും, ഞാൻ വിചാരിക്കുന്നത് നീ അവളെ കല്യാണം കഴിക്കാൻ വിളിച്ചോണ്ടാ ഇത്രയും വലിയ തെറ്റായിപ്പോ, ഒരു പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു പ്ലാൻ കാണത്തില്ലായിരിക്കും എന്നിന് അവൻ പറയുന്നതായിട്ട് നമ്മുടെ ലീയും, അതെന്തോ അങ്ങനെ, എന്നെ ഇഷ്ടപ്പെടാത്ത ഈ ലോകത്ത് ആരോ ഉള്ള, നിനക്കൊന്നും അറിയത്തില്ല, നീയൊക്കെ കൊച്ചുവേൻ, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നിന് അവൻ പറഞ്ഞോണ്ടിരിക്കുന്ന അതേ സമയത്താണ് നമ്മുടെ കിം ലീ പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. മിസ്റ്റർ ലീക്ക് ഇന്ന് എന്തോ പറ്റി, ഞാൻ സ്മെൽ ചെയ്തപ്പം ഡ്രിങ്ക്സിന്റെ വാടകയൊന്നും അടിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ എന്നോടൊന്ന് മാരേജിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് എന്നിന് അവള് ലീയെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജിയ ലീ അന്വേഷിച്ച് അവളുടെ വീട്ടിലേക്ക് വരുന്നത്.
എന്തിയടി ലീ എന്നിനെ ലീ അന്വേഷിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് നമ്മുടെ കിം എടുത്തെന്ന് ജിയ ലീ ഇങ്ങനെ മറ്റുള്ളവരുടെ വീട്ടിലൊന്നും താമസിക്കത്തില്ല, കാരണം ലീ പെർഫെക്റ്റാ. അതുമല്ലാതെ നീ ഇനി തൊട്ട് എന്നെ ബഹുമാനിക്കാൻ പഠിച്ചോ, കാരണം നിന്നെക്കാട്ടിലും ഞാൻ 6 വയസ്സ് മൂത്ത. പിന്നെ മിസ്റ്റർ ലീ ഇതുവരെ സീരിയസ് ആയിട്ട് ആരും ഡേറ്റ് ചെയ്തിട്ടില്ല, കാരണം മിസ്റ്റർ ലീക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിനെ തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് സെക്രട്ടറി ജോലിക്ക് ഇന്റർവ്യൂ പോയപ്പം മിസ്റ്റർ ലീ എന്നോട് എന്തോ ചോദിച്ചെന്നറിയാ, സെക്രട്ടറി കിം എന്നെ കാണാൻ ഹാൻസം അല്ല, ഇവിടെ എന്നെ കാണാനല്ല ബ്രൈറ്റ് എന്നതിന് അന്നോട്ടെ അവനെ പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ ജിയോട് പറഞ്ഞിട്ട് നമ്മുടെ കിമ്മും ജിയ ഞാൻ പറയുന്നത് കേക്ക്, മിസ്റ്റർ ലീ സ്വന്തമായിട്ടല്ലാതെ ബാക്കി ആരും കെയർ ചെയ്തില്ല, അതുകൊണ്ട് നിന്നെ കെയർ ചെയ്യുന്ന വേറൊരു ബോയ് ഫ്രണ്ട് അന്വേഷിക്കുന്നത് നല്ലത്. എന്നിന് അവളുടെ അഡ്വൈസ് കേട്ട് നമ്മുടെ ജിയയും നീ പറയുന്നത് ശരിയാണല്ലോ എന്നിന് അവൾ തന്നെ സമ്മതിക്കും. അങ്ങനെ അതേസമയം നമ്മുടെ ലീ അപ്സെറ്റ് ആയിരിക്കും കണ്ടിട്ട് പാർക്കും ശരി വിടറാ, നിനക്ക് അവളല്ലെങ്കിൽ വേറൊരു സെക്രട്ടറി കിട്ടും, നീ ഇങ്ങനെ അവളോ എന്ന് പറഞ്ഞ് അപ്സെറ്റ് ആയിട്ടിരിക്കണ്ട എന്നിന് അവൻ സമാനപ്പെടുത്താൻ നോക്കും. അപ്പൊ ഇത് കേട്ട് ലീയും ദേഷ്യപ്പെട്ട് ഇല്ല എനിക്ക് വേറെ ആരും വേണ്ട, എനിക്ക് സെക്രട്ടറി ആയിട്ട് കിമ്മിനെ മാത്രം മതി. അപ്പൊ ഇത് കേട്ട് പാർക്കും എടാ ലീ നീ എന്തിനാ കിമ്മിനെ മാത്രം ചൂസ് ചെയ്യുന്നത്, ഒരു പക്ഷെ അവളുടെ ജോലി ഇഷ്ടപ്പെട്ടിട്ടാണോ അല്ലെങ്കിൽ അവളെ ഇഷ്ടപ്പെട്ടിട്ടാണോ എന്നിന് അവൻ ചോദിക്കുന്ന കേട്ട് നമ്മുടെ ലീ എന്താ പറയുന്ന ആലോചിച്ച് അവന് പെട്ടെന്ന് റീസൺ പറയും. എടാ പാർക്ക് എനിക്ക് ചെയ്യുന്ന ഡ്രസ്സിനെ പോലെയാ ഞാൻ കിമ്മിനെ കാണുന്നത്, വേറൊരു ഡ്രസ്സ് കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് ഈ ഡ്രസ്സ് കളയാനൊന്നും പറ്റത്തില്ല എന്നിന് അവന് വായി തോന്നുന്ന എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് മാസമായിട്ട് പോകും. അപ്പൊ ഇതൊക്കെ ഇട്ട് നമ്മുടെ പാർക്കും ഇതൊന്നൊരു എക്സാമ്പിൾ ഇട് എന്നിന് അവനും ഒന്നും മനസ്സിലാതെ ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം പുതിയ സെക്രട്ടറി ആയിട്ട് ജോയിൻ ആയ ജയ അവിടെ ഇരിക്കുന്ന എല്ലാവരും വെൽക്കം ചെയ്യും. അതേസമയം നമ്മുടെ സെറയ്ക്ക് മാത്രം ഇത് ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ അവളും ദേഷ്യത്തി നിനക്ക് ഈ ജോലിയെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലേ, എന്നാ പിന്നെ നീ പെട്ട്, മിസ്റ്റർ ലീ ഭയങ്കര സ്ട്രിക്റ്റാ എന്നിന് അവള് പേടിപ്പിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് കേട്ട് കിമും നീയൊന്നും പേടിക്കണ്ട, ഞാൻ നിനക്ക് ഈ ജോലിയെ കുറിച്ചെല്ലാം പറഞ്ഞുതരാം എന്നിന് ഇവെല്ലാം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലീ ഓഫീസിലേക്ക് വരുന്നത്. എന്നിട്ട് അവന് റൂമിൽ ചെന്നിരുന്നിട്ട് ഇന്നലെ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്തിട്ട് അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, അപ്പൊ അവൾക്ക് എന്നെ ഇഷ്ടമല്ലേ, അതിനൊന്നും ചാൻസ് ഇല്ല, എന്നെ ആർക്കും ഇഷ്ടപ്പെടാത്ത എന്നിന് അവന് തന്നെ ആലോചിച്ച് അറിയാതെ അടുത്തുള്ള ചൂടുവെള്ളെടുത്ത് ഇങ്ങനെ കുടിക്കും. എന്നിട്ട് അവനും ദേഷ്യപ്പെട്ട് ഇതിനെ കാരണം കിമ്മ എന്നിനെ അവളെ വഴക്ക് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതേസമയം നമ്മുടെ കിമ്മും അവൾക്ക് ജോലിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ നമ്മുടെ ലീയും കിമ്മും കൂടെ പണ്ടെടുത്ത ഒരു ഫോട്ടോ കാണുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ജയും ഈ ഫോട്ടോയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കാണാൻ എങ്ങാണല്ലേ എന്നിന് അവൾ ചോദിക്കുന്നിട്ട് നമ്മുടെ കിമ്മും ഇത് ഞാൻ ആദ്യമായിട്ട് ജോലി ചേർന്നപ്പോൾ എടുത്ത ഫോട്ടോ, ഞങ്ങൾ ആ സമയത്ത് US-ലായിരുന്നു, ഞാനിപ്പോ കുറെ മിസ്റ്റേക്ക് ചെയ്തായിരുന്നു, അതുകൊണ്ട് നീ ഒന്നും പേടിക്കണ്ട, നീ ഒരു ദിവസം മിസ്റ്റർ ലീയെ കുറിച്ച് എല്ലാം മനസ്സിലാക്കും എന്നിന് അവള് ബെസ്റ്റ് ഓഫ് ലക്ക് പറഞ്ഞ് ജയ പറഞ്ഞേക്കും. അതിനുശേഷം നമ്മുടെ കിം ആ ഫോട്ടോ നോക്കുമ്പോഴാണ് അവൾക്ക് പഴയ മെമ്മറിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. ഇവർ 9 വർഷത്തിന് മുമ്പ് US പോയപ്പം നമ്മുടെ കിം മോശമായ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്താണ്. അപ്പൊ ഇത് കണ്ട് നമ്മുടെ ലീയും ദേഷ്യപ്പെട്ട് കിം ഇത് നിന്റെ ഡ്രസ് കോഡ് കാരണം നമ്മുടെ മീറ്റിംഗ് തന്നെ ക്യാൻസൽ ആയി, നിനക്ക് ഈ ചെറിയ കാര്യം പോലും ചെയ്യാൻ അറിയത്തില്ല, നീ ആദ്യം ജോലിക്ക് കയറുന്നപ്പോ എന്നോട് എന്താ പറഞ്ഞ, നീ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നല്ല, ഇതാണ് നിന്റെ ഹാർഡ് വർക്ക് എന്നതിന് അവളെ പിടിച്ച് വഴക്ക് പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ ആയിട്ട് അവളും കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ വഴക്ക് പറയുന്ന ആദ്യം നിർത്താവോ, ഞാൻ രാവിലെ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക, ഞാൻ ഉറങ്ങുന്ന തന്നെ 3 മണിക്കൂറാ, പോരാത്തിന് ഞാൻ എന്റെ ഫാമിലി മിസ് ചെയ്യുന്നു, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നത്ര എഫേർട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞോണ്ടിരിക്കുക, പറയുന്ന കേട്ടാ നിങ്ങൾ ഇതുവരെ ഒരു മിസ്റ്റേക്കും ചെയ്തിട്ടില്ലെന്നാ, നിങ്ങളത് അത്രയ്ക്കും പെർഫെക്റ്റ് ആണോ എന്നതിന് അവളും ചോദിച്ച ഉടനെ തന്നെ നമ്മുടെ ലീയും പിന്നല്ലാതെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പെർഫെക്റ്റ്, ഒരു പക്ഷേ ഞാൻ ഇനി നിന്നെ വഴക്ക് പറയണമെന്ന് വിചാരിച്ചാൽ നീ ഇനി തൊട്ട് എന്നെ പോലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നിന് അവൻ പറയുന്ന കേട്ട് നമ്മുടെ കിമ്മും ടെൻഷനായി, എന്നെ കൊണ്ട് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല, വേണം നിങ്ങൾ പുതിയ സെക്രട്ടറി കണ്ടുപിടിച്ചോ, എനിക്കൊന്നും ഈ ജോലി വേണ്ട എന്നിന് അവള് നമ്മുടെ ലീയുടെ മുമ്പിൽ മാസമായിട്ട് സംസാരിച്ചിട്ട് അവൾ റൂമിൽ ചെന്ന് കരഞ്ഞോണ്ട് പറയും ഞാൻ ഇതിനെ മിസ്റ്റർ ലീ ആയിട്ട് വഴക്കുണ്ടാക്കിയ, ഒരു പക്ഷേ എനിക്ക് ഈ ജോലി പോയാൽ ഞാൻ എങ്ങനെ ബാങ്കിന്റെ ലോണൊക്കെ അടയ്ക്കും, ഞാൻ കാരണം എന്റെ ചേച്ചിമാരുടെ ലൈഫ് നഷ്ടപ്പെടും, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും എന്നിന് അവളിങ്ങനെ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് നമ്മുടെ ലിയോ ഒക്കെ മെസ്സേജ് അയക്കുന്നത്, കിം ഇതിനുമ്പ് എന്നോട് ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഇനി നിന്റെ ധൈര്യം ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് നാളെ നേരത്തെ തന്നെ ജോലിക്ക് വന്നേക്ക് എന്നിന് അവന് അവൾ വഴക്കുണ്ടാക്കിയൊന്നും മൈൻഡ് ചെയ്യാതെ മെസ്സേജ് അയച്ചേക്കും. അങ്ങനെ ഈ മെസ്സേജ് കണ്ടപ്പോഴാണ് നമ്മുടെ കിമ്മ് സന്തോഷപ്പെടുന്നത്. എന്നിട്ട് അവളും ആ ജോലിക്ക് വേണ്ടി നമ്മുടെ ലിയെ പോലെ പെർഫെക്റ്റ് ആയി ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഫ്ലാഷ് ബാക്ക് ആലോചിച്ച് നമ്മുടെ കിം ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലിയ എടുത്ത് നിന്ന് മിസ് കിം നിങ്ങൾ എന്ത് കണ്ട ഇത്ര സന്തോഷപ്പെടുന്നത് എന്നിന് അവൻ പെട്ടെന്ന് നിൽക്കും. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ കിമ്മും പേടിച്ചു പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട മറക്കാതെ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.